ചീത്തറിയാലോ. ഒരു പാർട്ടി ഉണ്ടായി മുദ്രാവാക്യം പിടിച്ചോണ്ട് നമുക്കെതിരെ വരില്ല. മനസ്സിലാവേണ്ട പറഞ്ഞു. യഥാർത്ഥ കുറ്റവാളിയെ പലപ്പോഴും ആലിമിന് മനസ്സിലാവില്ല. അതുകൊണ്ട് ആലിം കുറ്റവാളിയാവും. ആരിഫ് അങ്ങനെ ഉണ്ടാവില്ല. ആരിഫാകണമെങ്കിൽ ഹിജാബ് ഒഴിവാക്കണം. എന്താ ആദ്യത്തെ ഹിജാബ്? ഏതാ? നഫ്സ്. ഹിജാബ് തട്ടാതെ, ഹിജാബ് അത് ഒഴിവാക്കാതെ ഒരിക്കലും റബ്ബിനെ തിരിയില്ല. റബ്ബിൻ്റെ വഴിക്ക് ഇറങ്ങാൻ കഴിയില്ല. ഏറ്റവും വലിയ ഹിജാബ് ശൈത്താനല്ല, ഏറ്റവും വലിയ ഹിജാബ് സ്വന്തം നഫ്സാണ്. ഇത് ഭയങ്കര പഠിക്കേണ്ടത്. പിശാച് നമ്മളായാൽ ഒരു പേടി കണ്ട. ആ അങ്ങാടി കൂടെ ചെറിയ ഒരു കുട്ടി, ഒരു 2 വയസ്സോ 3 വയസ്സുള്ള കുട്ടിയാണ് നടന്നു വരുന്നതെങ്കിൽ ഇവിടെ എന്തുണ്ടാവും? ആ കുടിച്ചിപ്പട്ടിയും കടിക്കും. അതേ സമയത്ത് ഒരു വലിയ മനുഷ്യൻ അങ്ങാടി കൂടെ നടന്നിട്ടാണെങ്കിൽ കുടിച്ചപ്പട്ടി ഒന്ന് കുരക്കും, പിന്നെ പോവുകയും ചെയ്യും. കാരണം എന്തുകൊണ്ടാണ് ഈ കുട്ടിയെ കുറിച്ച്? കുട്ടിയാണ് എന്ന് ആർക്കറിയും? പട്ടിക്കറിയും ഇത് കുട്ടിയാണ്, ഇതിനൊന്നും കഴിയൂല. അപ്പം മേലെ കൂടി മേയും. കുടിച്ചിപ്പട്ടി ലൈഫാ. കുടിച്ചിപ്പട്ടി സ്വാഭാവികമായും ആരാണ്? താനും ലൈഫാണ്. കുടിച്ചിപ്പട്ടി ലൈഫാണ്. പക്ഷെ അത് ആരെ മേലെ മേയും? 2 or 3 വയസ്സുള്ള കുട്ടീനെ മേലെ മേയും. കുട്ടിയിൽ മാത്രമേ ഉള്ളൂ. എൻ്റെ മേലെ ശൈത്താൻ മേയാനുള്ള കാരണം എന്താ? അതിന് മാത്രവും ശൈത്താൻ തോന്നിയതാണ്. കാരണം നീ എന്തിൻ്റെ അടിമയാണ്? പറ നീ എന്തിൻ്റെ അടിമയാണ്? നഫ്സിൻ്റെ അടിമയെന്ന് ശൈത്താൻ അറിഞ്ഞാൽ ശൈത്താൻ നിന്റെ മേൽ മേയ. നീ നിന്റെ അവയുടെ നഫ്സിൻ്റെ അടിമയാണ് എന്ന് മനസ്സിലാക്കിയ പിശാച് നിന്റെ മേൽ മേയും. അതേസമയത്ത് നീയായ ഒന്നും ചെയ്യാൻ കഴിയില്ല. വരുന്നതിൻ്റെ സ്പീഡിൽ പോകും. അതേ സമയത്ത് ആ കുട്ടിനെ കടിക്കാൻ വേണ്ടി വരുന്നതിൻ്റെ ബാക്കിൽ ഒരാളുണ്ട് സങ്കല്പിക്ക്. ഒരു മനുഷ്യൻ പഞ്ഞു. ഇതാണ് ഷെയ്ഖ് മുരീദ്. ഇതാണ് ഷെയ്ഖ് മുരീദ്. ഷെയ്ഖ് എന്ന മൂല്യരല്ല. ഷെയ്ഖ് എന്ന മൂല്യരല്ല. ഷെയ്ഖ് എന്ന നഫ്സിൻ്റെ അമ്മാറത്തിൽ നിന്ന് ഒഴിവായി മുത്മഇന്നത്തായ നഫ്സിൽ എത്തിച്ചേർന്ന അള്ളാഹുവിൻ്റെ കൃത്യമായ പൊരുത്തമുള്ള അബ്ദാണ് ഷെയ്ഖ്. ആ അബ്ദിനെ പേപ്പിക്കാൻ പിശാചിന് കഴിയില്ല. അപ്പം ഈ നടക്കുകയാണെങ്കിലും എൻ്റെ പരിസരത്ത് ആര് വേണം? കുട്ടി കയ്യിലും പായ, പക്ഷെ പരിസരത്ത് ഉമ്മ ബാപ്പ ഒരു മനുഷ്യനെ വേണം. ഇതാണ് ത്വരീഖത്ത്. അതിൻ്റെ ആവശ്യം കഴിഞ്ഞു എന്ന് ആര് പറഞ്ഞാലും ഭൂലോക വിട്ടിയാണ് നഫ്സിൻ്റെ അടിമയാണ്. എന്നാൽ കണ്ടോനെ മുഴുവനും പിടിച്ചിട്ട് എന്തും ചെയ്യണ്ട. കണ്ടോനെ മുഴുവനും ഷെയ്ഖാക്കും വേണ്ട. കണ്ടോനെ പിടിച്ച് മുഴുവനും ഷെയ്ഖാക്കണം. മനുഷ്യനെ പഴപ്പിക്കാനും യോഗ്യൻ മനുഷ്യൻ തന്നെ. ചിലർ നഫ്സിൻ്റെ അടിമയായിരിക്കും. താടിയും തലയും കെട്ടും തൊപ്പറയൊക്കെ ഉണ്ടാവും. ഓനോൻ്റെ ഹവയുടെ ഭൂലോകത്തെ ഏറ്റവും വലിയ അടിമയായിരിക്കും. അവൻ തന്നെ പഴച്ചോനാ. അവനെ കൊണ്ട് മനുഷ്യൻ പഴപ്പിക്കാനേ കഴിയും. ആമിലുണ്ട് ആയത്ത്. ആമിലുണ്ട് ആയത്ത്. നിങ്ങൾ ഭൂരിപക്ഷം ആളുകളും പലരും പിശാചിനെ ഇതാ വഇന്ന കസീറൻ ലയുളില്ലൂന ബിഅഹ്വാഇഹിം ബിഗൈരി ഇൽമിൻ. എത്രയോ ആളുകൾ ജനങ്ങളെ സ്വന്തം ഹവ കൊണ്ട് ഒരു വിവരമില്ലാത്ത ആളുകളുണ്ട്. നഫ്സ് എങ്ങനെ രക്ഷപ്പെടും എന്നറിയാത്ത ആളുകൾ അവർ ഇൽമില്ലാതെ ജനങ്ങളെ പഴപ്പിക്കും. വഇന്ന കസീറൻ ലയുളില്ലൂന ബിഅഹ്വാഇഹിം ബിഗൈരി ഇൽമിൻ എന്ന്.
അവമങ്കാന വേറൊരായത്തിൻ്റെ അതിൻ്റെ താഴത്തിന് അവമങ്കാന മൈത്തൻ ഫഹ്യൈന വജഅൽനാ ലഹു നൂറൻ യംശി ബിഹി ഫിന്നാസ് കമൻ മസലുഹു ഫിദ്ദുലുമാതി ലൈസ ബിഖാരിജിൻ മിൻഹാ. ഇരുട്ടിലകപ്പെട്ടവന് സ്വയം ആ ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഇരുട്ടിലകപ്പെട്ട ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഒരാൾ രക്ഷപ്പെടുത്തി കൊടുക്കണം. എന്നാണ് അമ്പിയാക്കൾ, എന്നാണ് ഔലിയാക്കൾ. ഒരു നിരക്ക് നിർബന്ധം തന്നെയാണ്. ഞാൻ അവരൊന്നും എതിർക്കണില്ല കുട്ടി. ഞാൻ അങ്ങനത്തെ ആളുകളെ, അതൊക്കെ അന്തംഗമ്മികൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അവരൊന്നും എതിർക്കണില്ല. എതിർക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞു പോയി. ഞാൻ ഇവർ നന്നാവുമെന്ന് വിചാരിച്ചിന് ആദ്യം എതിർത്തിന്. നന്നാവില്ല എന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ എതിർപ്പൊക്കെ നിർത്തി. നന്നാവില്ല, അവരെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ സലാത്തിൽ നന്നാകുകയാണെങ്കിൽ നിങ്ങൾ സലാത്തിൽ കൂടി. സലാത്ത് തന്നെ കാര്യം തന്നെ. പക്ഷെ അതുകൊണ്ട് നന്നാവെന്ന് വിചാരിക്കണ്ട. സലാത്ത് എന്ന് വിചാരിച്ചല്ലേ.